ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രേയയും ഹൈമവതിയും ചേർന്ന് മഹിയെയും ഗംഗയെയും കൈലാസത്തിലേക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നതിനെ തടയുന്നു. ഒരു കാരണവശാലും ഗംഗ ഈ വീട്ടിലെ മരുമകളായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഈ വീട്ടിലുള്ള ഒരാൾ പോലും നിന്നെ ഇവിടുത്തെ മരുമകളായി സ്വീകരിക്കുകയില്ല എന്ന് ഗംഗയെ കുറിച്ച് പറയുന്നു. അത് കേട്ടുനിന്ന് ആ നിമിഷം ശ്രേയ ഗംഗയെ കുറ്റപ്പെടുത്തി പറഞ്ഞു, നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ എന്നെ വെറുതെ നീ ഇങ്ങനെ വേഷം കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നിന്നെ പോലെ അടുക്കള ജോലിക്കായി വന്നിട്ട് പല സ്ത്രീകളും ഇതുപോലെ കാണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോ നീ ഈ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നെല്ലാം പറയുന്നത് കേട്ട് ഉടനെ ഇന്ദ്രൻ ചോദിച്ചു, അല്ല എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇവരുടെ വിവാഹം കഴിഞ്ഞു, ഇനിയെങ്കിലും ഇവരെ നിങ്ങൾക്ക് അംഗീകരിച്ചൂടെ എന്ന ഇന്ദ്രന്റെ ചോദ്യം കേട്ട് ഹൈമവതി പറഞ്ഞു, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷേ ഈ വീട്ടിൽ ഒരാളും ഇവരുടെ വിവാഹം അംഗീകരിക്കില്ല എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശ്രേയ പറഞ്ഞു, അതെ, വീട്ടുജോലിക്കായി വന്നവൾ അവസാനം വീട്ടുകാരന്റെ തട്ടിയെടുത്ത പാട്ടും പാടി തട്ടിയെടുത്ത കഥ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ജോലിക്കാരി ഗ്രഹനാഥനെ പാട്ടിലാക്കി സ്വന്തമാക്കിയ കഥകൾ ഇവിടെയും പ്രാവർത്തികമായി എന്ന് മാത്രം എന്ന് പറഞ്ഞത് ഉടനെ ശ്രേയയുടെ നേരെ മഹി ദേഷ്യപ്പെട്ടു. ശ്രേയ, നിർത്ത്, ഇനി നീ വെറുതെ ഗംഗയെ കുറ്റപ്പെടുത്തരുത്. ഗംഗ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ട ഉടനെ മഹി ശ്രേയയോട് പറഞ്ഞു, നിന്നോട് തെറ്റ് ചെയ്തത് ഗംഗയല്ലല്ലോ, ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് നീ എന്തിനെ ഗംഗയെ പഴിക്കണം? എന്നോട് ചോദിക്ക്, എന്നെയല്ലേ നീ ചോദ്യം ചെയ്യേണ്ടത്, അല്ലാതെ ഗംഗയെ വെറുതെ നീ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഇനി ഒരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം, ഇങ്ങനെയായിരിക്കില്ല ഞാൻ ഇനി നിന്നോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞ് ശ്രേയയെ താക്കീത് ചെയ്തു. ഇതെല്ലാം കേട്ട ശേഷം ഹൈമവതിയോട് ശ്രേയ ദേഷ്യപ്പെടുന്നത് കണ്ട് മഹി അതിനോട് എതിർക്കുന്നത് കേട്ടതോടെ ഹൈമവതി ചോദിച്ചു, ഓഹോ, അപ്പോ ഗംഗയെ പറഞ്ഞപ്പോ നിനക്ക് നുള്ളി അല്ലടാ എന്ന് മഹിയോട് ചോദിച്ചതും ഉടനെ മഹി പറഞ്ഞു, അതെ, ഗംഗയെ ഇപ്പോ എന്റെ ഭാര്യയാണ്. ഭാര്യയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് കണ്ടാൽ ഭർത്താവിന് നോവും, അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞതും ഉടനെ ശ്രേയ ചോദിച്ചു, എന്നാൽ ഇതിനു മുൻപ് ഇതുപോലെയൊക്കെ മഹിയേട്ടന്റെ മോതിരം എന്റെ കയ്യിൽ അണിയിച്ച് മഹിയേട്ടന്റെ ഭാര്യയാകാൻ പോകുന്ന എന്നെ പല രീതിയിലും വേദനിപ്പിച്ചപ്പോ ഈ വേദനയും സങ്കടമൊന്നും അന്ന് മഹിയേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതെന്താ എന്നോട് അങ്ങനെ ഇല്ലാത്തത് എന്ന് ശ്രേയ ചോദിച്ചു. അത് കേട്ടതും മഹി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, നിങ്ങളെ ഈ വീട്ടിൽ സ്വീകരിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല, നിങ്ങളെ ഈ വീട്ടിൽ കയറ്റാൻ പോലും ഞങ്ങൾ ആരും തയ്യാറല്ല എന്ന് പറഞ്ഞതും ഉടനെ മഹി പറഞ്ഞു, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ, ഈ വീട് എന്റേതാണ്, ഇവിടെ ആര് ജീവിക്കണം ആര് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്, ഇത് എന്റെ വീടാണ് എന്ന് മഹി ഉച്ചത്തിൽ എല്ലാവരോടുമായി അറിയിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, വെറുതെ ഒരു വാക്ക് തർക്കം ഉണ്ടാക്കുന്ന എന്തിനാണ്, ഇവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ച് ഹൈമവതിയോട് ഇന്ദ്രൻ വീണ്ടും സൗമ്യമായി സംസാരിച്ചു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഒരു കാരണവശാലും ഇവളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അത് തീർച്ചയാണ് എന്ന് അറിയിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാത്തതിന് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ. ഒന്ന്, എന്റെ മോൾ മാളു ആഗ്രഹിച്ചത് ശ്രേയല്ല, മാളു ആഗ്രഹിച്ചത് അവളുടെ അമ്മയായി വരാൻ മാളു ഇഷ്ടപ്പെട്ടതും ഗംഗയാണ്. അതുതന്നെയായിരുന്നു എന്റെയും ആഗ്രഹം. ഗംഗയാണ് എന്റെ മകൾ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടത്. ശ്രേയയോട് അവൾക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ടില്ല. അത് അവൾ പലപ്പോഴും പ്രകടിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രേയയ്ക്ക് ഇന്നേ വരെ മാളുവിന്റെ മനസ്സിൽ ഒരിടം നേടാൻ ഇന്നേ വരെ ശ്രേയയ്ക്ക് സാധിച്ചിട്ടില്ലല്ലോ. എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അന്ന് ശ്രേയ വിവാഹം കഴിക്കാൻ തയ്യാറായതും എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും എന്റെ മോളുടെ സ്നേഹം നേടിയെടുക്കാനോ അവളെ ഇഷ്ടപ്പെടാനോ അവളുടെ സ്നേഹം പിടിച്ചെടുക്കാനോ ശ്രേയയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ആ സ്നേഹം ഗംഗയ്ക്ക് അവളോട് തോന്നി. അതുകൊണ്ട് തന്നെ എന്റെ മോൾക്ക് ആരെയാണോ അമ്മയായി വേണമെന്ന് ആഗ്രഹം തോന്നി അവളെ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്തത് എന്ന് മഹി അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ ശ്രേയ പറഞ്ഞു, എന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവരും വിവാഹം ആലോചിച്ചതും ഉറപ്പിച്ചതും ഞാനുമായിട്ടാണ്. എന്നിട്ട് മഹിയേട്ടൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ വീട്ടിൽ ആരും തന്നെ ഈ വിവാഹത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ദേവയാനിയും വിശ്വനാഥനും പിന്നാലെ ജാനകിയമ്മയും. ഈ സമയത്ത് സീമ ദേവയാനി പറഞ്ഞ ശബ്ദത്തിൽ, അല്ലെങ്കിൽ ഗംഗ ദേവയാനിയുടെ ശബ്ദത്തിൽ അന്ന് സീമയോട് ആരതി എടുത്തോണ്ട് വരാനായി പറഞ്ഞിരുന്നു. അത് കേട്ടുകൊണ്ട് വേഗം തന്നെ ആരതിയും നിലവിളക്കുമായിട്ട് സീമ അവിടേക്ക് എത്തി. മാളു സീമയും കൊണ്ട് വരുന്നത് കണ്ടതോടെ ഉടനെ ഹൈമവതി ചോദിച്ചു, ആഹാ, നീ ഇത്ര പെട്ടെന്ന് ഇവളുടെ പക്ഷത്തായോടി? ഇത്രയും നാളും ഈ വീട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് ഉടനെ മറ്റൊരുത്തി ഇവിടേക്ക് വലിഞ്ഞേറി വരാൻ പോകുന്നുവെന്ന് കണ്ടപ്പോ നീ ഇത്രയും ധിക്കാരം കാണിച്ചോ എന്ന്
സീമയോട് ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും സീമ പറഞ്ഞു, അയ്യോ മേഡം, ഞാൻ അങ്ങനെയൊന്നും അല്ല, ദേവയാനി മേഡം പറഞ്ഞിട്ട് മാത്രമാ ഞാൻ ഈ നിലവിളക്കെടുത്തോണ്ട് വന്നത് എന്ന്. അത് കേട്ടതും ദേവയാനിയും ഞെട്ടി. ഹൈമവതിയും അതിശയത്തോടെ ശ്രേയെ നോക്കി. ഉടനെ ദേവയാനി പറഞ്ഞു, ഞാൻ പറഞ്ഞോ? എപ്പോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും ദേവയാനി ഹൈമവതി വല്ലാത്ത ആശങ്കയോടെ നോക്കുമ്പോ ഹൈമവതി വിളിച്ചു, നാത്തോനെ, ഇതെന്തായാലും ഒട്ടും ശരിയായില്ല. എന്റെ മോളോട് നാത്തൂൻ കാണിച്ചത് അത്രയും നീതികേടായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഹൈമവതി ദേഷ്യപ്പെടുമ്പോ ഉടനെ ദേവയാനി പറഞ്ഞു, സീമേ, ഞാൻ എപ്പോഴാ നിന്നോട് പറഞ്ഞത് ഇത് എടുത്തുകൊണ്ട് വരാൻ? ഞാൻ നിന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞത്. ഉടനെ സീമ പറഞ്ഞു, അല്ല, മേഡം പറഞ്ഞിട്ടാ ഞാൻ ഇത് എടുത്തത്. മേഡം പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണല്ലോ. മഹിസാറും ഗംഗയും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനായിട്ട് നിലവിളക്കെടുത്തോണ്ട് വരാനായി പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ. മാളൂട്ടി എന്നോട് അത് നിർബന്ധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദേവയാനി മേഡം ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തോണ്ട് വന്നത് എന്ന് പറഞ്ഞു. ഉടനെ മാളു ചോദിച്ചു, എന്താ ഇവിടെ എല്ലാവരും കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്റെ അച്ഛനെയും ഗംഗയെയും സ്വീകരിക്കണ്ടേ, വീട്ടിലേക്ക് കയറ്റണ്ടേ, അത് നോക്ക് എല്ലാവരും എന്ന് പറഞ്ഞതും ഉടനെ ഹൈമവതി പറഞ്ഞു, എന്തായാലും ചടങ്ങ് ഇപ്പൊ നടത്താൻ കഴിയില്ല. ഈ ചടങ്ങ് ആർക്കും ഒരിക്കലും അംഗീകരിക്കാനും ആവില്ല. കാരണം ഈ വിവാഹം ആരും അംഗീകരിച്ചിട്ടുള്ള വിവാഹമല്ല, ആരും ആഗ്രഹിച്ച വിവാഹമല്ല. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ നടത്താനും സാധിക്കില്ല എന്ന് പറഞ്ഞത് മഹി പറഞ്ഞു, അത് പറയാനായിട്ടുള്ള ഏക അവകാശം, ഞങ്ങളെ സ്വീകരിക്കണോ വേണ്ടേ എന്ന് പറയാനുള്ള അവകാശം ജാനകി മുത്തശ്ശിക്കാണ്. മുത്തശ്ശി പറയട്ടെ, അല്ലെങ്കിൽ അത് നടക്കണം. മുത്തശ്ശി ഇതിനോട് എതിർപ്പ് കാട്ടുമോ ഇല്ലയോ എന്ന് മുത്തശ്ശിയുടെ അഭിപ്രായം കേൾക്കട്ടെ. അതല്ല എങ്കിൽ അതിവിടെ അംഗീകരിച്ചേ പറ്റൂ, ഇവിടെ നടന്നേ പറ്റൂ എന്ന് മഹി അറിയിച്ചതും മുത്തശ്ശി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ടതോടെ വളരെ വിഷമത്തോടെ ഗംഗ മുത്തശ്ശി എന്ന് വിളിച്ചു. മുത്തശ്ശിയുടെ ആ ഗംഗയുടെ വിളി പോലും കേൾക്കാൻ നിൽക്കാതെ മുത്തശ്ശി അകത്തേക്ക് പോകുന്നത് കണ്ട് ഉടനെ ഹൈമവതി പറഞ്ഞു, കണ്ടില്ലേ, അവളുടെ മുത്തശ്ശിക്ക് പോലും ഇതിന് യാതൊരു താല്പര്യവുമില്ല. മുത്തശ്ശി പോലും ഇതിനോട് എതിർത്ത് നിൽക്കുകയാണ്. ഉടനെ തന്നെ മാളു വേഗം പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ ആരാ എന്റെ ഗംഗയെയും അച്ഛനെയും അകത്തേക്ക് സ്വീകരിക്കാതെ ഇരിക്കുന്നത്? എല്ലാവരും പറയാറുണ്ടല്ലോ എന്റെ ഇഷ്ടമായി വീട്ടിൽ നടക്കാറുള്ളതെന്ന്, എനിക്ക് വേണ്ടിയാ ഇവിടെ എല്ലാം ചെയ്യുന്നതെന്ന്. എന്നിട്ട് എന്റെ ഇഷ്ടം എന്താ ഇവിടെ നടപ്പിലാക്കാത്തത്? ഇപ്പൊ തന്നെ എന്റെ അച്ഛനെയും ഗംഗയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം എന്ന് പറഞ്ഞതും ഉടനെ കേട്ടു നിന്ന ദേവയാനി പറഞ്ഞു, അതെ മോളെ മാളു, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞതും ഞാൻ ഇടപെടും. എന്റെ അമ്മയായിട്ട് വന്നിരിക്കുന്ന ഗംഗയെ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോ ഹൈമവതി പറഞ്ഞു, ഇതെല്ലാം ഇവളുടെ വേലയാണ്, ഇവളാണ് മാളുവിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഗംഗയെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അതെ, ഇവള് വന്നപ്പോ മുതൽ മാളുവിനെ പാട്ടിലാക്കിയതും അതിനുവേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞത്. ഉടനെ രേഷ്മ പറഞ്ഞു, എന്തായാലും വിവാഹം കഴിഞ്ഞില്ലേ, ഗംഗയെ വിവാഹം കഴിച്ചില്ലേ, ഇനിയിപ്പോ ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് രേഷ്മ ചോദിക്കുന്നത് കേട്ട് രാഹുൽ ചോദിച്ചു, നിന്നോട് ഇപ്പൊ ആരാ അഭിപ്രായം പറയാൻ പറഞ്ഞത്? ഇതെല്ലാം കേട്ടതും ഉടനെ തന്നെ ഇതിന്റെ എല്ലാം കേട്ടുനിന്ന വിശ്വനാഥൻ ഉറക്കെ പറഞ്ഞു, മതി, നിർത്ത്, കുറെ നേരമായി പലരും പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നു. എന്തായാലും ഇനി ഇവിടുത്തെ തീരുമാനം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടത് മഹിയെയും ഗംഗയെയും സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മാളൂട്ടിയല്ലേ ബഹളം വെക്കുന്നത്? ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ മാളുവിന്റെ ആഗ്രഹം എന്താണോ അതേ നടപ്പിലാകൂ. മാളു എന്താഗ്രഹിക്കുന്നു, മാളുവിന് വേണ്ടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാളുവിന്റെ ഇഷ്ടം അത് നടപ്പിലായേ തീരൂ. ഇപ്പൊ തന്നെ ഗംഗയെയും മഹിയെയും ആരതി ഒഴിഞ്ഞ് മഹിയെയും ഗംഗയെയും ഇപ്പൊ തന്നെ സ്വീകരിച്ചേ തീരൂ. അതും ദേവയാനി തന്നെ, മഹിയുടെ അമ്മയായ ദേവയാനി തന്നെ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. ഇത് എന്റെ തീരുമാനമാണ് എന്ന് വിശ്വനാഥൻ അറിയിച്ചു. ആരതി തട്ടവും സീമ ആ നിലവിളക്കുമായി ഗംഗയ്ക്കരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വിശ്വനാഥൻ സീമയെ തടഞ്ഞുകൊണ്ട് അക്കാര്യം അറിയിച്ചത്. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കി. ഉടനെ വിശ്വനാഥനോട് ദേവയാനി ചോദിച്ചു, വിശ്വേട്ടാ, അത് പിന്നെ എന്ന് പറഞ്ഞതും വേണ്ട, കൂടുതലൊന്നും പറയണ്ട, ഇത് എന്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും ഇന്നേ വരെ ഒരു കാര്യവും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ തീരുമാനം ഇതിവിടെ നടപ്പിലായേ പറ്റൂ. ഇപ്പൊ തന്നെ ഇത് നടപ്പിലാക്കണം. ഇത് ഞാൻ പറയുന്നതാണ്, എന്റെ തീരുമാനമാണ്. വേഗം ആരതി ഒഴിഞ്ഞ് മഹിയെയും മോളെയും സ്വീകരിക്ക് എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ, അങ്ങനെ ഒരു വാക്ക് കേട്ടതോടെ ആകെ വിഷമത്തോടെ ദേവയാനി വിശ്വനാഥന്റെ വാക്ക് അനുസരിക്കണമെന്നല്ലോ എന്ന വേദനയിൽ വേഗം ചെന്ന് ആ നിലവിളക്കും ആരതിയും വാങ്ങിക്കാനായി തയ്യാറാകുന്നു. അപ്പോഴേക്കും വിഷമത്തോടെ ശ്രേയയും ഹൈമവതിയും അകത്തേക്ക് ചെന്നു. എല്ലാം പാളിപ്പോയല്ലോ മോളെ, അവരെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കില്ല എന്ന് ആഗ്രഹിച്ചിട്ടും അതെന്താ ഇപ്പൊ നടപ്പിലാകാൻ പോകുന്നു?
ആരതി ഒഴിഞ്ഞ് അവരെ സ്വീകരിക്കാനായി പോവുകയല്ലേ, ഇനി എന്ത് ചെയ്യും മോളെ എന്ന് ചോദിച്ച് ഹൈമവതി നിരാശപ്പെടുമ്പോ ഉടനെ ശ്രേയ പറഞ്ഞു, അമ്മേ ഇതിന് ഒരു പോംവഴിയേ ഉള്ളൂ, അവളിപ്പോ ഇങ്ങോട്ട് കയറി വരികയല്ലേ, അങ്ങനെ നിലവിളക്കം കയ്യിലെടുത്ത് അവൾ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നാൽ അതോടെ അവൾ ഈ വീട്ടിൽ എന്നേക്കുമായി അടിഞ്ഞു വീഴണം, അതാണ് വേണ്ടത്. അവൾ അങ്ങനെ സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയാൻ പാടില്ല, അതിനു വേണ്ട കാര്യങ്ങൾ എന്താന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശ്രേയ തന്റെ റൂമിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് ആ പൗഡർ എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് ആ പൗഡർ ആകെ പൂജാമുറിക്ക് മുന്നിലേക്ക് അവിടേക്ക് ഗംഗ നിലവിളക്കുമായി വരുമ്പോ ആ പൗഡറിൽ കാല് തെറ്റി തെന്നി വീഴണം, അതിനുവേണ്ടി കൃത്യമായി ആ പൂജാമുറിക്ക് മുന്നിലെല്ലാം ആ പൗഡർ വിതറുന്നു. അങ്ങനെ പൗഡർ അവിടെയെല്ലാം വിട്ടതിനു ശേഷം ഹൈമവതിയും ശ്രേയയും നോക്കിയിരുന്നു. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, ഇവിടേക്ക് അവൾ നിലവിളക്കുമായി വരും, ഈ പൗഡറിൽ കാല് ചവിട്ടി അവൾ തെന്നിയടിച്ച് വീഴും, അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതമ്മേ, അമ്മ നോക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹൈമവതിയും ശ്രേയയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഗംഗയ്ക്ക് കെണി ഒരുക്കിട്ട് അവിടെ നിന്ന് പോകുമ്പോ അവിടെ ദേവയാനി മഹിയെയും ഗംഗയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. നിലവിളക്ക് ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ദേവയാനി മാറി നിൽക്കുമ്പോ ഉടനെ തന്നെ വിശ്വനാഥൻ ദേവയാനിയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് ഇഷ്ടപ്പെടാതെ ഗംഗയോട് പറഞ്ഞു, മോളെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോ. അങ്ങനെ ഗംഗയുടെ അകത്തേക്ക് കയറാനായി വിശ്വനാഥൻ അറിയിച്ചു. ആ നിമിഷം ഗംഗ കണ്ണ് അടച്ച് പ്രാർത്ഥിച്ചു, എന്റെ ശ്രീ മഹേശ്വര, മഹിയേട്ടന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു കടന്നുവരവ് ഞാൻ ഒരിക്കലും കരുതിയതല്ല, എല്ലാം മംഗളമാക്കണേ, കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം നിലവിളക്കുമായി ആദ്യത്തെ പടി ചവിട്ടാനായി എത്തിയതും മഹിയെ നോക്കിയിരുന്ന ഗംഗയോട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാനായി മഹി അനുമതി നൽകി. അങ്ങനെ മഹിയും ഗംഗയും കൂടി വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറണം. അങ്ങനെ ആ കയ്യിലെ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറിയതും പിന്നാലെ കയറിയ ദേവയാനി പറഞ്ഞു, നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കണം. അത് കേട്ടതും ശരിയെന്ന് തലയാട്ടി ഗംഗ മഹിയുടെ കൂടെ അകത്തേക്ക് കയറി. ഗംഗയെ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ട് അവിടെ പുറത്തു നിന്ന ഗൗരിയുടെ ആത്മാവ് മനസ്സിൽ പറഞ്ഞു, ഗംഗെ, ഈ വീട്ടിൽ ആരൊക്കെ നിന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എന്നും നിനക്ക് താങ്ങും തണലുമായി, നിനക്കെന്നും കൂട്ടായി ഈ ഞാൻ ഉണ്ടാകും എന്ന് ഗംഗയ്ക്ക് എല്ലാ സപ്പോർട്ടും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഗൗരി മനസ്സിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഗംഗ അകത്തേക്ക് നിലവിളക്കുമായി മാളുവിനോടൊപ്പം അകത്തേക്ക് കയറി വരുന്നത് അപ്പുറത്ത് മാറി നിന്ന് ശ്രേയയും ഹൈമവതിയും വീക്ഷിച്ചു. ഉടനെ തന്നെ ആ നിലവിളക്കുമായി പൂജാമുറിക്ക് മുന്നിൽ കാല് തെറ്റി വീഴുന്ന ഗംഗയെയും ആ നിലവിളക്ക് തന്നെ ദേഹത്ത് കുത്തിക്കയറി അവിടെ കിടന്ന് ഗംഗ മരണമടയണം എന്നുള്ള ശ്രേയയുടെ ആഗ്രഹം നടപ്പിലാകാൻ പോകുന്നു എന്ന ആശ്വാസത്തിൽ ഇരുവരും അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. ഈ സമയത്ത് മാളുവിനെയും കൂട്ടി ഗംഗ അകത്തേക്ക് കയറി വരുമ്പോ എന്തായിരിക്കും രണ്ടുപേരും കരുതി വെച്ചിരിക്കുന്ന ആ കെണിയെന്ന് അല്പനേരത്തേക്ക് ഗൗരി ആശങ്കപ്പെട്ടു. അപ്പോഴാണ് പൂജാമുറിക്ക് മുന്നിലായി പൗഡർ വിതറിയിട്ടിരിക്കുന്ന കാഴ്ച ഗൗരി കണ്ടത്. ഉടനെ തന്നെ ഗൗരി അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ആ ഫാൻ അവിടെ പൗഡർ വിതറിയ സ്ഥലത്തിന് നേരെയായി ഗൗരി വെക്കുന്നു. അങ്ങനെ ആ ഫാൻ ഓൺ ചെയ്തതും മാളുവും ഗംഗയും കൂടി പൂജാമുറിക്ക് മുന്നിലേക്ക് എത്തിയ കൃത്യസമയത്ത് ഫാൻ ഓൺ ആയതും ആ പൗഡർ മുഴുവൻ അവിടെ ആകെ വിതറി. ഈ സമയത്ത് തന്റെ കയ്യിലിരുന്ന നിലവിളക്കിലെ ദീപം അണഞ്ഞു പോകാതിരിക്കാനായി ഈ ഗംഗ പതുക്കെ ആ നിലവിളക്കിന്റെ ദീപത്തെ അണഞ്ഞു പോകാതെ തന്റെ കൈകൊണ്ട് കെടാതെ സൂക്ഷിച്ചു. ഈ സമയത്ത് ശ്രേയ മനസ്സിൽ പറഞ്ഞു, അവൾ കയ്യിലേന്തിക്കൊണ്ടുവരുന്ന ആ നിലവിളക്ക്, അതിലെ ദീപം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അതുപോലെ തെളിഞ്ഞു കത്തരുത്, അതുകൊണ്ട് ഇന്നത്തോടെ എല്ലാം അവസാനിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശ്രേയ അങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ കൃത്യസമയത്ത് തന്നെ ഫാൻ ഓണായി അവരുടെ മുന്നിൽ നിന്നിരുന്ന പൗഡർ മുഴുവൻ പറന്നു പോകുന്നു. ഇത് കണ്ടതോടെ അതിശയപ്പെട്ടുകൊണ്ട് ശ്രേയയും ഹൈമവതിയും നോക്കി നിന്നു. മാളുവും ഗംഗയും ചേർന്ന് ഇരുവരും യാതൊരു പ്രശ്നവും കൂടാതെ നേരെ പൂജാമുറിയിലേക്ക് ആ നിലവിളക്കുമായി കയറിപ്പോയി. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ശോ, നമ്മുടെ ആ പദ്ധതിയൊക്കെ പാളിപ്പോയല്ലോ മോളെ, ആരാ ഈ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഫാൻ കൊണ്ടേ വെച്ചത്, ഈ ഫാൻ ഓൺ ചെയ്തത് ആരാ എന്ന് ഹൈമവതി ചോദിച്ചതും ശ്രേയ പറഞ്ഞു, ആർക്കറിയാമേ, എനിക്കറിയില്ല, ആര് ചെയ്തതായിരിക്കും, ഇനിയിപ്പോ ഈ പൗഡർ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്നമ്മേ എന്ന് ശ്രേയ വിഷമത്തോടെ ഹൈമവതിയോട് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗയും മാളുവും ചേർന്ന് ആ നിലവിളക്കുമായി പൂജാമുറിയിലെത്തി. അവിടെ നിലവിളക്ക് വെച്ച് കഴിഞ്ഞതും ഗംഗ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ശ്രീ മഹേശ്വര, ഞാൻ മഹിയേട്ടന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ ഇങ്ങനെയായിരുന്നില്ല എന്റെ വിവാഹം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരവായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് ദേഷ്യത്തിലാണ്
എന്നും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും നന്മയും സ്നേഹവും മാത്രം ആഗ്രഹിച്ച എനിക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് എന്തനുഭവങ്ങളാണ് ഉണ്ടാവുന്നതെന്നറിയില്ല. എല്ലാം ഭഗവാൻ കാത്തുകൊള്ളണേ എന്ന് ഗംഗ മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ അടുത്തു നിന്ന് മാളൂട്ടി ഭഗവാനോട് നന്ദി പറഞ്ഞു. ഭഗവാനെ, ശ്രീമഹേശ്വര, ഗംഗ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് ആ ആഗ്രഹം ഭഗവാൻ നടത്തിത്തരുമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ ഗംഗയുടെയും വിവാഹം നടന്നു. അച്ഛൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഗംഗയെ എനിക്ക് അമ്മയായി കൊണ്ടുവന്നു. ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ, താങ്ക്സ്. എനിക്ക് ഇപ്പോ ഭഗവാനെ ഒത്തിരി വിശ്വാസമായി. എനിക്ക് ദൈവം ഇതുപോലെ തന്നെ ശ്രീ മഹേശ്വരൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഭഗവാനെ എന്ന് മാളൂട്ടി ഭഗവാനോട് നന്ദി അറിയിച്ചു. അപ്പോഴേക്കും ഹൈമവതി ശ്രേയയോട് ആകെ വിഷമത്തോടെ പറഞ്ഞു, നമ്മുടെ ഈ പദ്ധതി ഒന്നും പ്രയോജനപ്പെടില്ലല്ലോ, എല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞതും ശ്രേയ പറഞ്ഞു, അതെ, വെറുതെ ഈ പൗഡർ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്നമ്മേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, അതെ, കൃത്യസമയത്ത് ആ ഫാൻ ഓൺ ആയതുകൊണ്ടല്ലേ, അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ശ്രേയ പറഞ്ഞു, ഇനി നമുക്ക് വേറെന്തെങ്കിലും പദ്ധതി നോക്കാമേ, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞ് ഉടനെ ഹൈമവതി പറഞ്ഞു, ആ കുട്ടി പിശാച് പോലും ഒന്നും വീണില്ലല്ലോ എന്ന് നിരാശയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഹൈമവതി റൂമിലേക്ക് പോകാനായി നടന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഗൗരി മനസ്സിൽ പറഞ്ഞു, അത് ശരി, എന്റെ മോളെ നീ കുട്ടിപ്പിശാചെന്ന് വിളിച്ചു അല്ലെ, നിനക്ക് തരാടി എന്ന് പറഞ്ഞതും ഹൈമവതി നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഹൈമവതി ചവിട്ടിയ സ്ഥലത്ത് തന്നെ ആ പൗഡർ മുഴുവൻ കൂട്ടിക്കിടന്നു. അവിടെ ഹൈമവതി കാലെടുത്ത് വെച്ചതും ആ പൗഡറെ ചവിട്ടി തെന്നി അടിച്ച് ഹൈമവതി താഴെ വീണു. അയ്യോ മോളെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഹൈമവതി നിലത്ത് വീണതും പൂജാമുറിയിൽ നിന്ന് ഗംഗയും മാളൂട്ടിയും ആ നിലവിളി കേട്ടു. ഗംഗ വേഗം തന്നെ പുറത്തേക്ക് ഓടി വന്നു. ഹൈമവതിയുടെ നിലവിളിയാണെന്ന് മനസ്സിലായതോടെ അരികിലേക്ക് ഓടിയെത്തുകയാണ് ഗംഗ. ഈ സമയത്ത് ശ്രേയ ഹൈമവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ ശ്രേയയും ഹൈമവതിയുടെ ദേഹത്തേക്ക് തെന്നിയടിച്ചു വീഴുന്നു. ആ കാഴ്ച കണ്ട് മാളൂട്ടി വാപൊത്തി പിടിച്ച് ചിരിച്ചു. ഉടനെ തന്നെ മാളൂട്ടിയുടെ സന്തോഷം കണ്ട് ഗൗരിയും സന്തോഷിച്ചു. വേഗം തന്നെ അരികിലേക്ക് ഓടിയെത്തിയ ഗംഗ ചോദിച്ചു, എന്ത് പറ്റി എന്ന് പറഞ്ഞത്. എന്ത് പറ്റിയെന്നോ, നീ കണ്ടില്ലേടി ഇത്, നീ വന്നു കയറിയതിന്റെ ഐശ്വര്യമായി കാണുന്നതൊക്കെ എന്ന് പറഞ്ഞ് വലതുകാൽ വെച്ച് നീ കയറിയതിന്റെ ഐശ്വര്യമായി കാണുന്നത് എന്ന് ഗംഗയെ കുറ്റപ്പെടുത്തി. ഉടനെ തന്നെ ഹൈമവതി വേഗം ശ്രേയയോട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കടി എന്ന് പറഞ്ഞു. വേഗം തന്നെ ഹൈമവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി ഗംഗയും കൂടെ കൂടാൻ തുടങ്ങിയതും ശ്രേയ ഗംഗയെ തട്ടിമാറ്റി. മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഹൈമവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രേയ തനിയെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോഴേക്കും ശ്രേയയോട് ഹൈമവതി പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കടി. അത് കേട്ട ഉടനെ തന്നെ ശ്രേയ ദേഷ്യത്തോടെ ഗംഗയോട് ചോദിച്ചു, നീ കണ്ടില്ലേടി, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സഹായിക്കടി, നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞ് വീണ്ടും ഗംഗയുടെ സഹായം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രേയ ഹൈമവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സഹായിക്കാനായി പറഞ്ഞു. ഉടനെ തന്നെ ഗംഗ ഓടിച്ചെന്ന് ഹൈമവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊടുത്തതും ശ്രേയ പതുക്കെ ഹൈമവതിയുമായി പോകുന്നു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ എന്നെ വന്നതേ നീ വീഴ്ത്തി, ഇതിന് ഞാൻ നിനക്ക് പകരം ചോദിച്ചിരിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ശ്രേയും കൂടി ഹൈമവതി റൂമിലേക്ക് പോകുമ്പോൾ മാളൂട്ടി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഗംഗ എന്തിനാ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്, ഒന്നുകൂടി തള്ളി എങ്ങിടാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, പാടില്ല മോളെ, നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവരുടെ വിഷമം കണ്ട് സന്തോഷിക്കാനോ പാടില്ല. ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്യാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത് നല്ലത് മാത്രം ആലോചിച്ചും ചിന്തിച്ചും വേണം നമ്മൾ ജീവിക്കാൻ എന്ന് മാളൂട്ടിയെ ഗംഗ ഉപദേശിച്ചു. അത് കണ്ട ഗൗരി പറഞ്ഞു, ഗംഗെ, നീ തന്നെയാണ് എൻ്റെ മോൾക്ക് പറ്റിയ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ചേർന്ന നല്ല അമ്മ, നീ തന്നെയാണ്. അവൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടി അവളെ നേർവഴിക്ക് നടത്താൻ നിനക്ക് മാത്രമേ കഴിയൂ ഗംഗെ എന്ന് ഗൗരി പറയുന്നു. ഗംഗ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗംഗ മാളൂട്ടിയുമായി റൂമിലേക്ക് പോയി. ഈ സമയത്ത് ഹൈമവതിയുമായി ശ്രേയ റൂമിലെത്തിയതും ഹൈമവതി ബെഡിൽ കിടന്ന് കയ്യിലെ വേദന ഉള്ള ഭാഗമെല്ലാം പറഞ്ഞ്, എടി, എന്റെ കാല് മാത്രമല്ല എന്റെ കൈക്കും വേദനയുണ്ട്, എന്റെ കൈ കൂടി ഒന്ന് തിരുമിത്ത എന്ന് ശ്രേയോട് അറിയിച്ചു. ഉടനെ ശ്രേയ ചോദിച്ചു, അല്ല അമ്മ മൊത്തത്തിലാണോ ചെന്നങ്ങ് വീണത് എന്ന് ചോദിച്ചതും ശ്രേയയോട് ഹൈമവതി പറഞ്ഞു, പിന്നെ വീഴാൻ പോകുന്ന സമയത്ത് കാലാണോ കൈയാണോ എവിടെയാ ചെന്നിരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും, എന്തായാലും വല്ലാത്തൊരു വീഴ്ചയായി പോയി. ആ കുട്ടിപ്പിശാചിനിട്ടൊക്കെ പണി കൊടുക്കാൻ പോയിട്ട് നമുക്ക് തന്നെയാണല്ലോ എപ്പോഴും തിരിച്ചടി കിട്ടുന്നത്. ആ ഗംഗയെ എന്ത് ചെയ്യാൻ പോയാലും അത് നേരെ തന്നെ നമ്മളെയാണല്ലോ വന്നത് കൃത്യമായി നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടിക്കുന്നത് എന്ന് ഹൈമവതി ശ്രേയയോട് അറിയിച്ചു. ഇതൊക്കെ ആ ഗൗരിയുടെ പണിയായിരിക്കും എന്ന് ശ്രേയ ഹൈമവതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ദേവയാനി എത്തി. എങ്ങനെയുണ്ട് ഹൈമവതി എന്ന് ചോദിച്ചതും
ഉടനെ ദേവയാനിയോട് ഹൈമവതി പറഞ്ഞു, നല്ല സുഖാ നാത്തൂനെ. എന്തായാലും വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നടുതല്ലി ഒന്ന് വീഴണം. എന്തൊരു സുഖാന്നറിയോ, തന്നെ ഒന്ന് സുഖിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും ഹൈമവതി ചോദിച്ചു, എന്താ ഹൈമവതി എന്നെ കളിയാക്കുകയാണോ എന്ന് ദേവയാനി ഹൈമവതിയോട് അന്വേഷിച്ചതും ഉടനെ ഹൈമവതി പറഞ്ഞു, പിന്നല്ലാതെ ഇതുപോലത്തെ അവസ്ഥയിൽ ഇങ്ങനെ വന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ എന്താ നാത്തൂനെ ഞാൻ പറയേണ്ടത്? അത്ര നല്ല സുഖമുള്ള കാര്യമാണല്ലോ ഇവിടെ നാത്തൂനും കുടുംബവും ഞങ്ങൾക്കായി ചെയ്തത് എന്ന് പറയുന്നു. അത് കേട്ടതും ദേവയാനിക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷനോടെ ദേവയാനി ഹൈമവതിയുടെ തന്നെ കുറ്റപ്പെടുത്തിയുള്ള സംസാരത്തിന് മറുപടി നൽകാൻ ഒരുങ്ങുന്നു.